റാപ്സനച്ചൻ നൽകിയ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു വരദാനമാണ്. റാപ്സനച്ചൻ പെരുമ്പടപ്പിലായിരുന്നപ്പോൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. എല്ലാ ഒന്നാം വെള്ളിയാഴ്ചയും വീൽ ചെയറിലിരിക്കുന്ന ഒരു യുവതിക്ക് കുർബാന കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാന്താ മരിയ പള്ളിയിൽ ധ്യാനം നടക്കുന്നത്. അവളെ കൊണ്ടുവന്നു. ആ ധ്യാനത്തിന് വീൽ ചെയർ ഉപേക്ഷിച്ച് അവൾ പോയി. അത് കണ്ട ചെറുപ്പക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അങ്ങനെ വിവാഹം കഴിച്ച് അവൾക്കൊരു കുഞ്ഞുമുണ്ട്. കൈയടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വപ്പെടുത്താം. 1-2 പേർ സാക്ഷ്യം പറയാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. സാക്ഷ്യവും കൂടി കേൾക്കാം. എൻ്റെ പേര് ലയ. ഞാൻ വരുന്ന സ്ഥലം മമ്പറം. ഞാൻ ഒക്ടോബർ 2-ാം തീയതിയാണ് ഇവിടെ വന്നത്. മൂക്കിൽ ദശയുണ്ട്, വെല്ലുവിൻ്റെ പ്രശ്നമുണ്ട്. സ്കൂളിലാണെങ്കിൽ 1 മാസം 2 ആഴ്ച മാത്രമേ പോകൂ. 2 ആഴ്ച ഹോസ്പിറ്റലായിരിക്കും, ആവി പിടിപ്പിക്കലായിരിക്കും. ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് എൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇത് പറയാനല്ല വന്നത്. സ്കൂളിൽ നിന്ന് വീണിട്ട് കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ട് 2 മാസത്തോളം ബാൻഡേജ് ഇട്ട് പ്ലാസ്റ്റർ ഇട്ട് കെട്ടിയതായിരുന്നു. പക്ഷെ പ്ലാസ്റ്റർ അഴിച്ചിട്ടും ആ വേദനയിൽ ഒരു വ്യത്യാസവും വന്നില്ല. അത് പറയാനാണ് ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത്. ഞായറാഴ്ച അച്ഛൻ മോനെയും കൂട്ടി വരാൻ പറഞ്ഞു. മോനെയും കൂട്ടി വന്നു. മോനെ കണ്ടപ്പോൾ തന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ടുണ്ട്, എനിക്ക് മൂക്കിൽ ദശയുണ്ട്, എനിക്ക് എപ്പോൾ അസുഖമാണെന്ന്. കാരണം ശിവൻ എപ്പോൾ രാത്രിക്ക് ശ്വാസം മുട്ടലായിരിക്കും. വായിലേക്കൂടിയാണ് ശ്വാസം കഴിക്കുന്നത്. ഒരിക്കലും ഉറങ്ങാൻ പറ്റൂല. എപ്പോഴും എണീറ്റിരുന്ന് ചുമച്ചുകൊണ്ടേയിരിക്കും. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് മൂക്കിൻ്റെ പാലം നേരെയാവാൻ അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ദശ മാറാൻ 12 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. ഇവനിപ്പോൾ 10 വയസ്സായി. ഇന്നലെ ഇവനെ അച്ഛൻ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്തു. അച്ഛൻ ഇവൻ്റെ കയ്യിൽ ഉമിനീര് തൊട്ട് ഇവൻ്റെ മൂക്കിനിങ്ങനെ തടവാൻ പറഞ്ഞു. തടവുന്ന സമയത്ത് 10 പ്രാവശ്യം ഈശോ ഈശോ എന്ന് പ്രാർത്ഥിക്കാനും പറഞ്ഞു. അവൻ അത് ചെയ്തു. അച്ഛനും അവനിങ്ങനെ മൂക്കിങ്ങനെ നല്ലവണ്ണം തടയി കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവൻ എപ്പോൾ എൻ്റെ വീട്ടിൽ പരാതിയാണ്. ഇവനൊരു ചെറിയ അനിയത്തിൻ്റെ 3.5 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവൻ വീട്ടിൽ നിന്ന് പറയും, എന്നെ ആർക്കും ഇഷ്ടമല്ല, അവളെ മാത്രം ഇഷ്ടമുള്ളൂ. പക്ഷെ അച്ഛൻ അത് ഇങ്ങോട്ട് ഇവനോട് പറയുകയാണ് ചെയ്തത്. ഞാൻ അച്ഛനോട് എനിക്ക് ഒരു മോളുണ്ടെന്നുള്ള കാര്യമൊന്നും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടേ ഇല്ല. അപ്പം അച്ഛൻ പറഞ്ഞു, അവൾ ചെറുതല്ലേ, അപ്പോൾ ചെറിയ കുട്ടികളിലെ തട്ടി നടക്കാനൊക്കെ. ഇപ്പോൾ ഞാൻ അവൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുമ്പോൾ ഇവൻ പറയും, എനിക്കെന്താ വാരിത്തരാത്ത? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വലിയ കുട്ടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ നീ സ്വയം ഭക്ഷണം വാരി കഴിക്കുന്നതാണ് വേണ്ടത്. മൂക്കിൻ്റെ ദശയ്ക്ക് ഓപ്പറേഷൻ വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയെ ആ ദശ മാറിക്കോളും. ഇപ്പോൾ ഇന്നലെ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മൂക്കിൻ്റെ പാലം നേരെയായി. അതാണ് സാക്ഷ്യം. അത് പറയാനാണ് സഹോദരി പറഞ്ഞത്. അപ്പോൾ മൂക്കിൻ്റെ പാലം വളഞ്ഞിരുന്നത് ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് നേരെയായി. ഇപ്പോൾ അവൻ്റെ മൂക്കിന് ആ വളവ് ഇല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. നമുക്ക് വെറുതെ നോക്കിയാൽ തന്നെ കാണാവുന്ന വിധത്തിൽ അത് വളഞ്ഞിരിക്കുകയായിരുന്നു. കർത്താവ് അത് സുഖപ്പെടുത്തിയതിനെ ഓർത്ത ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമുക്ക് മുട്ടുകുത്താം.